ഹലോ ഗൈസ്, നമ്മുടെ പാറമട വീട്ടിൽ അടിയോടടി. അതേ കൂട്ടുകാരെ, നമ്മുടെ കേശു ഒരു ഫംഗ്ഷൻ നടത്താൻ പോവുകയാണ്. തൻ്റെ മാരേജ് കഴിഞ്ഞത് ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ച് ഒരു പാർട്ടി വെക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ അമ്മായി കേശു ഇത് ഫോണിലൂടെ സംസാരിക്കുന്ന അമ്മായി കേൾക്കുന്നുണ്ട്. അമ്മായി നമ്മുടെ ലച്ചുവിനെയും ശിവാനിയൊക്കെ വിളിച്ചത് പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇവർ മൂന്നുപേരും കൂടി നമ്മുടെ കേശുവിൻ്റെ താടിക്കിട്ട് തട്ടി, നീ എന്ത് ചെയ്യോടാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ മെർലിൻ വരുന്നുണ്ട്. മെർലിൻ അപ്പോൾ എൻ്റെ ഭർത്താവിന് ആരാ തൊടുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മെർലിൻ. പിന്നീട് ഇവർ തമ്മിലായി അടി, പൊരിഞ്ഞടി. നമ്മുടെ ഗൗരിയും നമ്മുടെ അമ്മായിയും നമ്മുടെ ലച്ചുവും നമ്മുടെ എന്താ പറയുക മെർലിനും ശിവാനിയും തമ്മിൽ പൊരിഞ്ഞടി. ലാസ്റ്റ് നമ്മുടെ മെർലിനെ തൂക്കി എടുത്തുകൊണ്ട് പോയി അവർ മുറിയിലിട്ട് പൂട്ടുന്നുണ്ട്, കേശുവിനെ പൂട്ടിയിടുന്നുണ്ട്. അങ്ങനെ ബഹളത്തോട് ബഹളം. അതിന് പിന്നാലെ നമ്മുടെ കേശുവും മെർലിനും കൂടെ പടവലം എപ്പോൾ വെട്ടി കണ്ടിക്കും, എപ്പോൾ വെട്ടി മുറിക്കും, അതിൽ 1/3 ഷെയർ ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് നമ്മുടെ ഭവാനി അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ ഭവാനി അമ്മ അതിന് സമ്മതിക്കുന്നൊന്നുമില്ല കേട്ടോ. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഭവാനിയമ്മയെ നമ്മുടെ ആരാണ് മെർലിൻ കൊണ്ടുപോയി ഒരു ഓൾഡ് ഹോമിലാക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകർക്ക് സമാധാനമാകട്ടോ. കാരണം എന്ന് വെച്ചാൽ കേശു നമ്മുടെ മെർലിനെ പാറമട വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് മുതൽ ഇപ്പോൾ നമ്മുടെ ഭവാനിയമ്മയെ ഓൾഡ് ഹോമിലാക്കിയത് വരെയുള്ള സംഭവങ്ങളെല്ലാം ആരുടെ സ്വപ്നമായിരുന്നു? നമ്മുടെ സ്വന്തം ലച്ചുവിൻ്റെ സ്വപ്നം. ലച്ചു അങ്ങനെ ഒരു നീണ്ട സ്വപ്നം കണ്ട് എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ കേശുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു, മെർലിൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേശു പറയുന്നുണ്ട്, അവൾ അവളുടെ വീട്ടിൽ കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് കേട്ടോ, അവൾ പറയുന്നത് ഒന്നും കേൾക്കല്ലേ, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി കേട്ടോ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കേശു പറയുന്നുണ്ട്, ഒന്നും പോയേ ചേച്ചി, എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ലച്ചുവിനെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രേക്ഷകർക്കും സമാധാനം അല്ലേ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.